ഒരു മനുഷ്യനോട് സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതേപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല വിഭവങ്ങൾ ഒരുക്കുന്ന സമയങ്ങളിൽ അയൽപക്കത്തെ വീടുകളിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കണം നമ്മൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. ഇന്ന് പല ആളുകളും പ്രഭാഷണങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കുട്ടിയെ താലോലിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനാണത്. എന്താ എൻ്റെ സ്വന്തം കുട്ടിയെ എനിക്ക് താലോലിക്കുന്നതിൽ എന്താ പ്രയാസമല്ലേ? അത് നല്ല കാര്യമല്ലേ? ആണ്, നല്ല കാര്യമാണ്. പക്ഷേ അനാഥ കുട്ടിയുടെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ അത് ആ കുട്ടിക്ക് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ ചെയ്യണം. ആ കരുണ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ റമദാൻ നമ്മൾ അതിനു വേണ്ടി നന്നായി ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാകണം പരിശുദ്ധ റമദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ജുമുഅക്ക് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പെരുന്നാൾ വരുന്ന സമയത്ത് വസ്ത്രം മേടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ടെത്തി ഒരു ജോഡി വസ്ത്രം അവർക്ക് മേടിച്ചു കൊടുക്കണം. നമുക്ക് മേടിക്കാൻ കഴിയില്ലെങ്കിൽ മേടിക്കാൻ കഴിവുള്ളവരിലേക്ക് ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. പെരുന്നാൾക്ക് നമ്മുടെ വീട്ടിലേക്ക് മാംസം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ യതീമായ മക്കളുണ്ടാകും, ബാപ്പ മരണപ്പെട്ടു പോയവർ, ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയവർ. ഇനി ചിലപ്പോൾ വിദേശത്തായിരിക്കും മക്കളുണ്ടാകുന്നത്. പക്ഷെ ആ മകന് ജോലി ആയിട്ടുണ്ടാവില്ല, ബുദ്ധിമുട്ടിലായിരിക്കും. അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെയോ അല്ലെങ്കിൽ വളരെ അടുത്ത ആളുകളെയോ വിട്ടിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ? നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ആ വീടുകളിലുണ്ടോ? പെരുന്നാൾക്ക് മാംസം മേടിക്കുവാനുള്ള കരുത്ത് ആ വീട്ടുകാർക്കുണ്ടോ? ആ വീട്ടിലെ കുഞ്ഞുങ്ങളെങ്കിലും പുതിയൊരു വസ്ത്രം മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ സ്വകാര്യമായി അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇടപെടൽ നടത്തുക. അവരോട് കരുണ കാണിക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എന്നെ വീട്ടുകാരെ സഹായിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഇടപെട്ടു എന്നുള്ളതിനല്ല. അത് ഇർഹമു മൻ ഫിൽ അർള്, എൻ്റെ അയൽവക്കത്തുള്ളവരോട് കരുണ കാണിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരർത്ഥത്തിലാണ് ഞാൻ ഇടപെടുന്നത് എന്ന രൂപത്തിൽ ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സാന്ത്വന പ്രവർത്തനമായിരിക്കും അത്. ഒരു മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ്റെ അയൽവാസിക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗമുണ്ട് എന്നുള്ളതല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ ദഅവത്തിൻ്റെ മാതൃകയാണത്. വിശന്ന് വലഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് പക്ഷികളുണ്ട്. ചൂട് കൂടി വരുന്ന സമയമാണ്. അന്നേരം നമ്മുടെ വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്പെടുന്ന നമ്മുടെ കടയുടെയോ ഏതെങ്കിലും ഒരു പുറത്ത് ഒരു പാത്രം വെച്ച് ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അവർക്കത് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് സാന്ത്വന പ്രവർത്തനം. അത് ആ മൃഗങ്ങളോടുള്ള സാന്ത്വന പ്രവർത്തനമാണ്. ദാഹിച്ചു വന്നൊരു നായക്ക് ഒരു വ്യഭിചാരിയായ പെണ്ണ് തൻ്റെ ഷൂ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കൊടുത്തപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുത്തുപോയി. ധാരാളം നിസ്കരിച്ചതായൊരു മനുഷ്യൻ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അല്ലാഹു തആല നരകം കൊടുത്തുപോയി. വ്യത്യാസം നോക്ക് നിങ്ങൾ. അമലുകളെ കൊണ്ടല്ല, സ്വഭാവങ്ങൾ, മറ്റുള്ളവരുടെ ഇടപെടലുകൾ, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ കാര്യം. ധാരാളം നിസ്കരിച്ചിട്ട് ഒരു പൂച്ചക്ക് കെട്ടിയിട്ട് ആ പൂച്ചയെ ഉപദ്രവിച്ച കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല സ്വർഗം കൊടുക്കാതെ നരകത്തിലേക്കാക്കിയത്. എന്തേ അവിടുത്തെ വിഷയം? പൂച്ച അനുജനോ ജ്യേഷ്ഠനോ ഒന്നുമല്ല. പക്ഷെ പൂച്ച ജീവനുള്ളൊരു ജീവിയാണ്. ആ ജീവിയോട് നമ്മൾ കരുണ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഹജീവികളോട് അതിയായി കരുണ കാണിക്കണം. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അങ്ങനെ ചേർത്ത് നോക്കിയാൽ മതി. നമുക്ക് ഏതെല്ലാം രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രവർത്തനം റമളാനിലും റമളാൻ അല്ലാത്ത സമയങ്ങളിലും ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടായിക്കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൊതുമധ്യത്തിൽ വെച്ച് ഒരാളെ വഷളാക്കുക, അയാളുടെ കണ്ണുനീര് നമ്മൾ കാരണം പുറത്തേക്ക് വരിക, ഒരാളുടെ അയബ് ന്യൂനതകൾ പരസ്യപ്പെടുത്തുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തുകൂടാ. ആരായിക്കോട്ടെ, മുതിർന്നവനോ കുട്ടിയോ യുവാവോ ആരോ ആയിക്കോട്ടെ, ഒരാളെയും നമ്മൾ ചെയ്യരുത്. നമ്മളതിനെ ഏൽപ്പിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നാണ് ഈ ഇർഹമു എന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
നമുക്ക് മഗ്ഫിറത്തിൻ്റെ 10 മഗ്ഫിറത്ത് ലഭിക്കണം എന്നുണ്ടെങ്കിലുള്ള കാര്യം പറയേണ്ടത്. അത് കിട്ടാനുള്ള കാര്യം, അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെങ്കിൽ ഒന്നും കിട്ടൂല. ലൈലത്തുൽ ഖദറിനെ മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ അവസാനത്തെ ഒറ്റയിട്ട രാവുകളൊക്കെ നിസ്കരിക്കുന്നവരും ഹയാത്താക്കുന്നവരൊക്കെയാണ് നമ്മൾ. പക്ഷേ അതുപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് റമദാനിലെ ആദ്യ 10ഉം റമദാനിലെ രണ്ടാമത്തെ 10ഉം ഒക്കെ. ലൈലത്തുൽ ഖദർ മാത്രം പ്രതീക്ഷിക്കുന്ന രാവുകളൊന്നുമല്ല നമ്മളതിന് മാത്രം പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാ രാവുകൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, ഈ റഹ്മത്ത് ചെയ്യുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ അള്ളാഹുവിനെ ദ്രോഹിച്ചവരാണ്, നമ്മൾ അള്ളാഹുവിനോട് അതിക്രമം കാണിച്ചവരാണ് നമ്മൾ. ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടോ? ഉണ്ടാവില്ല. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിക്രമം കാണിച്ചവരാണ് ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മിൽ വലിയൊരു ശതമാനം ആളുകൾക്കും അത് തള്ളാനൊന്നും കഴിയൂല. കാരണം നമ്മൾ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിക്രമം കാണിച്ചവർ തന്നെയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാ നിലക്കും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു നൽകുമാറാകട്ടെ. നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം.